ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാജുവിനോട് തനിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ചെല്ലാം രോഹനോട് തുറന്നു പറയുകയാണ് ഋതിക. അങ്ങനെയെങ്കിലും രോഹൻ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നും കൂടാതെ രോഹൻ സംസാരിക്കുകയാണെങ്കിൽ പ്രതാപ് വർമ്മ തൻ്റെ രാജുവിൻ്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തിത്തരുമെന്നും ഒക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഋതിക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഋതികയെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ രോഹൻ ഒരുക്കമല്ലായിരുന്നു. ഏത് വിധേനയും ഋതികയെ സ്വന്തമാക്കും എന്ന ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് രോഹൻ. അതിൻ്റെ ആദ്യപടിയെന്നോണം രോഹൻ പ്രതാപ് വർമ്മയോട് ഋതികയെ തൻ്റെ ഒപ്പം പുറത്തേക്ക് വിടാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പ്രതാപ് വർമ്മയും അതിന് സമ്മതിക്കുമ്പോൾ ഋതിക രോഹന്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ്. അതേസമയം ഇവരെ രണ്ടിനെയും പുറത്തു വെച്ച് കാണുന്ന രാജു ഇവർക്ക് പിന്നാലെ പോകുന്നു. അവർ രണ്ടുപേരും നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവർ കാണാതെ അവരുടെ തൊട്ടപ്പുറത്തുള്ള ടേബിളിൽ മറഞ്ഞിരിക്കുകയാണ് രാജു. തുടർന്ന് രോഹൻ പറയുകയാണ്, ഋതിക പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് പ്രതാപൻ അങ്കിളിനോട് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമുക്ക് പലരോടും സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നിയെന്നിരിക്കാം. ചിലരുടെ പ്രണയത്തിനെല്ലാം വാശി പിടിച്ചെന്നും ഇരിക്കാം. പക്ഷേ അതെല്ലാം നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് രാജു. ഇതേപോലെ തന്നെ പതിയെ പതിയെ തനിക്ക് എന്നെയും ഇഷ്ടമാകുമെന്ന് രോഹൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ രോഹനെ നോക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ദീപകിനെയാണ്. രാജുവിനെ എത്രയും പെട്ടെന്ന് പൂട്ടുന്ന കാര്യം ആരെയോ വിളിച്ച് സംസാരിക്കുകയാണ് ദീപക്. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിഷമത്തോടെ വണ്ടി ഓടിച്ചു പോകുന്ന രാജുവിനെയാണ്. രാജുവിൻ്റെ ഉള്ളിൽ നിന്നും ഋതികയോടുള്ള പ്രണയം പുറത്തു വരാൻ സമയമായിരിക്കുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.